സഹൃദയരെ സല്യൂട്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സിവിൽ സർവീസ് പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ IAS-ഉം IPS-ഉം കിട്ടുന്നവർക്ക് മാത്രമാണ് സംസ്ഥാനങ്ങൾ കാഡറുകൾ അലോട്ട് ചെയ്യപ്പെടുന്നത്. മറ്റുള്ള എല്ലാ സർവീസിലുള്ള ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. കാഡറുകൾ അലോട്ട് ചെയ്യപ്പെടുമ്പോൾ ചിലർക്ക് വളരെയധികം സന്തോഷവും ചിലർക്ക് വളരെയധികം നിരാശയും ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് കിട്ടണം എന്ന് പ്രതീക്ഷിക്കാറുണ്ട്. കാഡർ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ മസൂറിയിൽ വെച്ചിട്ടും IAS-കാരുടെ ഇടയിലും നമ്മുടെ ഹൈദരാബാദിൽ വെച്ച് IPS-കാരുടെ ഇടയിലും ഒക്കെ ഒരുപാട് സങ്കടവും കരച്ചിലും ബഹളവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. താല്പര്യമുള്ള കാഡർ കിട്ടാനായിട്ട് വളരെ വിചിത്രമായ ഒരു പരിപാടി ചില ഓഫീസേഴ്സ് ചെയ്യാറുണ്ട്. മറ്റ് സർവീസിലുള്ള IAS-ഓ IPS-ഓ ഏതെങ്കിലും സർവീസിലുള്ള പെൺകുട്ടിയെ അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഒരു ആൺകുട്ടിയെ കണ്ടുപിടിച്ച് ഒരു അറേഞ്ച്മെൻറ്റിൽ കല്യാണം കഴിക്കും. കാരണം ഇവർ രണ്ടുപേരെയും കൂടെ ഒരു സ്റ്റേറ്റിൽ പോസ്റ്റ് ചെയ്യണം എന്നാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സംസ്ഥാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ചെയ്യുന്ന പലരുമുണ്ട്. കേരള കാഡറിൽ തന്നെ ഒരു IAS ഓഫീസർ അങ്ങനെ കേരളത്തിൽ വന്നതിന് ശേഷം വളരെയധികം നിരാശയായിരുന്നു. എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു ആള്. ഭയങ്കര സങ്കടമാണ്, കാണുമ്പോഴൊക്കെ പരാതി പറയും, ഇവിടെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് തിരിച്ചു പോകണം, ഞാൻ രാജിവെക്കാൻ പോകണു എന്നൊക്കെ പറയും. അവസാനം അദ്ദേഹം ഏതോ ഒരു പെൺകുട്ടി IAS ഓഫീസറെ തന്നെ കണ്ടുപിടിച്ച് അറേഞ്ച്മെൻറ്റിലൂടെ കല്യാണം കഴിച്ചു. പക്ഷേ ഹി വാസ് നോട്ട് ഹാപ്പി. അങ്ങനെ ഒരു കല്യാണം നടക്കുമ്പോൾ കാഡറൊക്കെ മാറി വേറെ സംസ്ഥാനത്ത് ജോലി ചെയ്യാൻ പറ്റിയെങ്കിലും ആൾക്ക് ഒട്ടും സന്തോഷം അനുഭവിച്ചതായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആൾ വെടിവെച്ചിട്ടെങ്ങാണ്ട് ആത്മഹത്യ ചെയ്തു. ആദ്യമായിട്ട് ഞങ്ങളുടെ ബാച്ചിൽ 87 ബാച്ചിൽ 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരാൾ കേരളത്തിൽ വന്ന് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കൂടെ തന്നെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് രാജിവെച്ചിട്ട് പോയി. കേരളത്തിലുള്ള വേറൊരു IPS ഓഫീസർ തന്നെ ഞങ്ങളുടെ കൂടെ ബാച്ചിലുണ്ടായിരുന്ന ആൾ ഇതുപോലെ കേരളം ഇഷ്ടമില്ലാതെ വന്നപ്പോൾ SP ആയ സമയത്ത് ഒരു IAS ഓഫീസറെ കല്യാണം കഴിച്ചിട്ട് കർണാടക കാഡറിലേക്ക് പോയി. പിന്നെ അവിടെ വെച്ചിട്ടും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം അദ്ദേഹവും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ടത് സ്വയം വെടിവെച്ചു എന്നും. പക്ഷേ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നിട്ട് പിന്നീട് മരിക്കുകയായിരുന്നു അസുഖമൊക്കെ ആയിട്ട്. അങ്ങനെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയും. ഞാൻ ട്രെയിനിങ്ങിൻ്റെ ഇടയിലൂടെ അന്ന് പഞ്ചാബ് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഖാലിസ്ഥാൻ സമരങ്ങളും ഒക്കെ ആയിട്ട് തീവ്രവാദവും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പഞ്ചാബ് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. DGP ആയിരുന്നു ശ്രീ KPS ഗില്ല്. എന്തൊരു പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനായിരുന്നു. കാണുമ്പോൾ തന്നെ ഇങ്ങനൊരു ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ തോന്നുന്ന ഒരു വ്യക്തിയായിരുന്നു. നല്ല പേരായിരുന്നു ആ സമയം അദ്ദേഹത്തിന്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, പഞ്ചാബിലേക്ക് വാ, യു ക്യാൻ ബി ദ ഫസ്റ്റ് ലേഡി IPS ഓഫീസർ ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നോ സർ, ഐ ആം ഗോയിങ് ടു മൈ സ്റ്റേറ്റ് കേരള ആൻഡ് ഐ വിൽ ബി ദ ഫസ്റ്റ് ലേഡി IPS ഓഫീസർ ദെയർ ഓൾസോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തോടെ ഒരു നിരാശ ഇങ്ങനെ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. കേരളത്തിൽ വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതുപോലെ ഡെപ്യൂട്ടേഷൻ പോകാൻ സാധിക്കും. അപ്പോൾ അവരും ഈ സംസ്ഥാനം വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഡെപ്യൂട്ടേഷൻ പോകാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് പോകുന്നത്. അങ്ങനെ ഡെപ്യൂട്ടേഷന് വില്ലിങ് ആണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ഏത് ഓർഗനൈസേഷനിലേക്കാണ് ഡെപ്യൂട്ടേഷൻ എന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് MHA തന്നെ തീരുമാനിക്കും. IAS ഓഫീസേഴ്സിനും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഡെപ്യൂട്ടേഷന് പോകാൻ വില്ലിങ് ആണ് എന്ന് എഴുതി കൊടുത്തിട്ട് എനിക്ക് CBI-യും IB-യും മാത്രം മതി, എനിക്ക് പാരാമിലിറ്ററി ഫോഴ്സസ് CRPF-ഓ BSF-ഓ ITBP ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ലിസ്റ്റിംഗ് ആയിട്ട് മാറും. പിന്നെ ഒരു 3-4 വർഷത്തേക്ക് പിന്നെ ഡെപ്യൂട്ടേഷനൊന്നും ശരിയാക്കാൻ പറ്റില്ല. 10 വർഷത്തേക്ക് ഡീബാർ ചെയ്യും, എംപാനൽമെൻറ്റ് വൈകും ഒക്കെ. അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഇഷ്ടമില്ലാതെ പോകുന്നവരുണ്ട്, ചിലപ്പോൾ പോകാതിരുന്ന് ഇങ്ങനെ ഡീബാർമെൻറ്റ് വാങ്ങിയവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ കാര്യത്തിൽ CBI വന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുമായിരുന്നു. കൊച്ചിയിൽ തന്നെ പോസ്റ്റിംഗ് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഡെപ്യൂട്ടേഷന് പോകാൻ താല്പര്യമുണ്ടെന്ന് എഴുതി കൊടുത്ത് CBI-യിൽ തന്നെ നേരിട്ട് എൻ്റെ ഓർഡർ ശരിയാക്കി എന്നെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് DIG ആയിട്ട് പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഒരുപാട് ദൂരെ പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കാൻ കാരണവും. എല്ലായ്പ്പോഴും ഡയറക്ടറെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വീണ് കിട്ടുന്ന ചില അവസരങ്ങളിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തിരിച്ച് ബാംഗ്ലൂർ വന്നാൽ കൊള്ളാം, ഒരു വേക്കൻറ്റ് പോസ്റ്റ് കിടക്കുകയല്ലേ സാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ 74ാം എപ്പിസോഡ് ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് കമൻറ്റുകളൊക്കെ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിശദീകരിക്കേണ്ടി വന്നത്. പിന്നെ കൂടാതെ നമുക്ക് നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനോടല്ലേ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയമായിട്ട് സ്വാധീനിക്കുന്ന രീതിയൊന്നും എനിക്കറിയാത്തത് കൊണ്ട് പലരും അതൊക്കെ ചെയ്തിട്ട് സംസ്ഥാനത്തിനകത്ത് തന്നെ ഇഷ്ടമുള്ള പോസ്റ്റിങ്ങിൽ പോകാറുണ്ട്. രാഷ്ട്രീയമായിട്ടൊരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പോസ്റ്റിലിരുന്ന് ജോലി ചെയ്യണ്ട എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് എൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ പുറത്തുള്ള ആൾക്കാരോട് ആരും ഒരു പോസ്റ്റിങ്ങും ചോദിച്ചിട്ടില്ല.
പക്ഷെ അതിനൊരു അപവാദം എന്ന നിലയിൽ ഞാൻ ആദ്യമായി ഡൽഹിയിൽ CBIയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബാച്ച്മേറ്റ് കേരള ഹൗസിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാനായും അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനായും അവിടെ ചെന്നപ്പോൾ അവിടെ അന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ A.K. ആൻ്റണി സാർ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ അന്വേഷിച്ചു അദ്ദേഹത്തെ കാണാൻ പറ്റുമോ എന്ന്. കാരണം അദ്ദേഹത്തോടൊപ്പം ഞാൻ ജോലി ചെയ്തിരുന്ന സമയമാണ് കേരളത്തിൽ എനിക്ക് ഏറ്റവും നല്ല പീരിയഡായിട്ട് അതുവരെ തോന്നിയത്. ആലപ്പുഴ SP ആയിട്ട് ജോലി ചെയ്ത സമയം. കേരളം കണ്ട ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ആദ്യം എൻ്റെ ചുണ്ടിൽ വരിക, A.K. ആൻ്റണി സാറിൻ്റെ. ആര് ഓഫീസിൽ ചെന്നാലും അദ്ദേഹം ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം എണീറ്റ് നിന്നിട്ടാണ് സ്വീകരിക്കുന്നത്. ഒരു SP പോലും ചെല്ലുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഉണ്ടാക്കുമല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ. പിന്നെ പറയാനുള്ളതെല്ലാം അദ്ദേഹം വളരെ നന്നായിട്ട് കേൾക്കും. എല്ലാത്തിനും സ്വതന്ത്രമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്. തീരുമാനം എടുക്കുന്നതും ഒക്കെ വളരെ ന്യായമായിട്ടുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ പോയി കണ്ടങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനി എത്ര നാളും കൂടെ ഉണ്ട് CBIയിലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഓൾറെഡി തിരിച്ചു വരാനായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് സർ CBIയിൽ ഡൽഹിയിൽ ജോലി ചെയ്യുന്നത്. ഭർത്താവ് അപ്പോഴേക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റം കിട്ടിയിരുന്നു. മകൻ എറണാകുളത്ത് പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് തിരിച്ചു വരണം, കേരളത്തിൽ തന്നെ ജോലി ചെയ്യണം എന്നാണ് താല്പര്യം. 3-4 മാസത്തിനകം തിരിച്ചു വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി വരൂ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇപ്പോൾ ഒരവസരം കിട്ടിയതില്ലേ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ തിരിച്ചു വരുമ്പോൾ എന്നെ എറണാകുളത്ത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം DIG പോസ്റ്റുകൾ അവിടെയാണല്ലോ ഉള്ളത്. അവൻ്റെ സ്കൂള് മാറ്റേണ്ടി വരില്ല, ഹസ്ബൻഡിന് ആലപ്പുഴയിൽ തന്നെ തുടരാം. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ സമാധാനമായിട്ട് സന്തോഷമായിട്ടും പോയി. അങ്ങനെ 3-4 മാസത്തിന് ശേഷം എനിക്ക് കേരളത്തിലേക്ക് തിരിച്ച് റിപ്പാട്രിയേഷൻ വന്നപ്പോൾ കേരളത്തിൽ വന്ന് ചാർജ് എടുക്കുന്നത് 2002 മെയ് മാസമാണ്. അപ്പം ഞാൻ 4 വർഷവും 4.5 മാസവും CBIയിൽ ചെലവഴിച്ചു. എൻ്റെ തിരിച്ചു വരാനുള്ള ഫയലിലൊരു കാലതാമസമൊക്കെ നേരിട്ടത് കൊണ്ട് കുറച്ച് വൈകി തിരിച്ചു വന്നു, ചാർജ് എടുത്തു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, കാരണം കേരളത്തിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ IBയിലോ CBIയിലോ പോയി തിരിച്ചു വരുന്ന ഓഫീസേഴ്സിന് എല്ലാവർക്കും ഒരു ലോ ആൻഡ് ഓർഡർ പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. DIG ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റേഞ്ചിൽ DIG ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ചരിത്രം. കുറച്ചും കൂടി എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഒക്കെ ആയിട്ട് വരുന്ന ആളാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 4-5 ഓഫീസേഴ്സ് എൻ്റെ മുമ്പ് ഇതുപോലെ CBIയിലും IBയിലും ഒക്കെ പോയിട്ട് തിരിച്ചു വന്നവരെ ഇതുപോലെ ലോ ആൻഡ് ഓർഡർ പോസ്റ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഒരു മാസീവായിട്ട് ട്രാൻസ്ഫർ നടക്കുന്ന സമയമായിരുന്നു. ഞാൻ അന്ന് പോയി എല്ലാ ഓഫീസേഴ്സിനെയും കണ്ടു, സീനിയർ ഓഫീസേഴ്സിനെ കണ്ടു. തിരുവനന്തപുരത്ത് ഒരു 4-5 ദിവസം എനിക്ക് നിൽക്കേണ്ടി വന്നു എൻ്റെ ഓർഡർ ശരിയാവാനായിട്ട്. പക്ഷേ പോസ്റ്റിംഗ് വന്നപ്പോൾ എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ട് എന്നെ വിജിലൻസ് DIG ആയിട്ടാണ് പോസ്റ്റ് ചെയ്തത്. വിജിലൻസ് എന്ന് പറയുമ്പോൾ അഴിമതി നിരോധന വകുപ്പിൽ തന്നെ DIG ആയിട്ട് തുടരുക. ഞാൻ CBIയിൽ പോകുന്നതിന് മുമ്പ് ഏകദേശം 1 വർഷം അഴിമതി നിരോധന വകുപ്പിൽ തന്നെ SP ആയിട്ട് എറണാകുളത്ത് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് CBIയിൽ 4.25 വർഷത്തോളം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് കേരളത്തിൽ വരുമ്പോഴേക്കും മറ്റൊരു മാറ്റം പ്രതീക്ഷിക്കുമല്ലോ. അതിന് പകരം വീണ്ടും എന്നെ അഴിമതി നിരോധന വകുപ്പിൽ തന്നെ DIG ആയിട്ട് പോസ്റ്റ് ചെയ്തത് എനിക്ക് വളരെയധികം നിരാശ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണ് ഇങ്ങനെ എല്ലാവരും എന്നോട് ഇത് കിട്ടും, ഒരു ലോ ആൻഡ് ഓർഡർ പോസ്റ്റിംഗ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വേറെ സ്ഥലത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അതുമല്ല CMനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എറണാകുളം എന്ന് പറഞ്ഞ സമയം എനിക്ക് വീണ്ടും പോയി പറയാനൊരു മടി. അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. എന്തുകൊണ്ടാണ് എന്നെ ഇവിടെ വിജിലൻസിൽ തന്നെ പോസ്റ്റ് ചെയ്തത് എന്ന് അന്വേഷിച്ചപ്പോൾ വെറുതെ ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ ഒരു സീനിയർ ഓഫീസർ പറഞ്ഞു, അത് DGPയുടെ നിർബന്ധമാണ്. DGP പറഞ്ഞു, ശ്രീലേഖ എൻ്റെ കൂടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യണ്ട, പുറത്ത് വർക്ക് ചെയ്തോട്ടെ, വിജിലൻസിൽ പൊക്കോട്ടെ എന്ന് അദ്ദേഹം പോയി പറഞ്ഞ് CMൻ്റെ അടുത്ത് നിർബന്ധം പിടിച്ചുകൊണ്ടാണ് ശ്രീലേഖ അവിടെ പോസ്റ്റ് ചെയ്യാൻ ഇടയായത്. അപ്പോഴും ഞാൻ വിചാരിച്ചു, DGP എന്തിനങ്ങനെ പറയണമെന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് എന്ന് എനിക്ക് തോന്നി. ഞാൻ CBI SP ആയിട്ടിരുന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു കേസിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ശഠിച്ച ഒരു ഓഫീസറായിരുന്നു അന്ന് ആ സമയം DGP ആയത്. അതിനെക്കുറിച്ച് ഞാനങ്ങ് മറന്നുപോയിരുന്നു. കാരണം എനിക്ക് അദ്ദേഹത്തോടോ അദ്ദേഹത്തിന് എന്നോടോ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ട് എന്ന് എനിക്ക് അപ്പോഴും ഇപ്പോഴും വിശ്വാസമില്ലായിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. പിന്നെ വേറൊരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഏതോ ഒരു ബന്ധുവിനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി, അതിൻ്റെ ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു ഫ്ലിംസി റീസൺ ആണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അത് നടന്നു. ആരുടെ തെറ്റാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് നിരാശയോടുകൂടി പോയി ഞാൻ തിരുവനന്തപുരം വിജിലൻസിൻ്റെ ആസ്ഥാനത്ത് തന്നെയാണ് DIG ആയിട്ട് ഞാൻ ചാർജ് എടുത്തത്. 2 DIGമാരുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെയുള്ള ചാർജാണ് എനിക്ക് തന്നത്. ഒരു അഡീഷണൽ ചാർജും കൂടെ തന്നിരുന്നു. ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ അവിടെ പോസ്റ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു 1.5-1.25 വർഷം
ഭയങ്കര നല്ലതായിരുന്നു എനിക്ക്. കാരണം കേരളം കണ്ട ഏറ്റവും നല്ല ഒരു ഉദ്യോഗസ്ഥൻ എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് ഡയറക്ടർ വിജിലൻസ് ഹോർമിസ് തരകൻ സാറ്. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഞാൻ കേരളത്തിൽ ASP അണ്ടർ ട്രെയിനിങ് ആയിട്ട് വന്ന് എന്നെ കോട്ടയം ജില്ലയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും ഏറ്റുമാനൂർ SHO ഒക്കെ ആയി ഞാൻ ജോലി ചെയ്യുകയും ചെയ്ത സമയത്ത് തരകൻ സാറായിരുന്നു സെൻട്രൽ റേഞ്ചിൻ്റെ DIG. ആ സമയം DIGയുടെ കോൺഫറൻസിലൊക്കെ SP പോകുമ്പോൾ എന്നോടും കൂടെ വരാൻ പറയും. അപ്പം ഞാൻ അങ്ങനെ എറണാകുളത്ത് പോയി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ തരകൻ സാറിനെ കണ്ടിട്ടുണ്ട്. കോട്ടയം ജില്ല അതുപോലെ എറണാകുളം റൂറൽ ജില്ലയിൽ മർഡർ ഫോർ ഗെയിൻ നടന്നായിരുന്നു. വീട് കയറി മോഷണ ശ്രമത്തിനിടയിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സംഭവം, തലയിൽ അടിച്ചും ചിലപ്പോൾ ശ്വാസം മുട്ടിച്ചും ഒക്കെ. അപ്പോൾ ഒരു കുട്ടിയടക്കമുള്ള കുറച്ച് പേരൊക്കെ കൊല്ലപ്പെട്ടിരുന്നു. സമാന സ്വഭാവമുള്ള കേസായതുകൊണ്ട് ഇതെല്ലാം കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അന്വേഷിക്കാനായിട്ട് എന്നെയും കൂടെ ഏർപ്പാട് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ സ്ത്രീകളെ ഞാൻ ചോദ്യം ചെയ്തിരുന്നു. ഒരു ഇൻഫോർമേഷൻ കിട്ടി. ഞാനത് SPOയുമായിട്ട് പങ്കുവെച്ചപ്പോൾ SPക്ക് അത് അത്ര വിശ്വാസം പോരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ചുമന്നു അത് കേട്ടപ്പോൾ. അതിൽ 2 സ്ഥലത്ത് നിന്ന് സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അടിവസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്ന് ഒരു വീട്ടിലൊരു സ്ത്രീ പറഞ്ഞു. എന്നാൽ അടുത്ത വീട്ടിൽ വേറൊരു ജില്ലയിലുള്ള വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവിടെയും പറഞ്ഞു എൻ്റെയും എൻ്റെ മക്കളുടെ പെൺകുട്ടികളുടെയും അടിവസ്ത്രങ്ങൾ പലതും കാണാതായി. അപ്പോൾ അടിവസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി ഇയാൾ എന്ന് പറഞ്ഞു. മാനസിക വൈകൃതം ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ആളുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ അയാൾ തന്നെ ആയിരിക്കും ഇതിൽ കയറി മോഷണം നടത്തിയത് എന്നുള്ള രീതിയിൽ ഞാനത് SPയോട് അവതരിപ്പിച്ചപ്പോൾ SPയുടെ മുഖത്തൊരു വല്ലായ്മ. കാരണം സ്ത്രീകളുടെ അടിവസ്ത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാ പുരുഷന്മാരുടെയും മുഖത്ത് വരുന്ന ഒരു വല്ലായ്മ വന്നതുകൊണ്ട് അദ്ദേഹം അത് DIGയോട് പറയാൻ പോയില്ല. അദ്ദേഹം കൂടി ഇരിക്കുമ്പോൾ ഇതിൻ്റെ ബ്രീഫിങ് നടക്കുന്ന സമയത്ത് DIG എന്നോട് ചോദിച്ചു, ശ്രീലേക്ക് എന്തെങ്കിലും ഇതിനകത്ത് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. പറയണമെന്ന് ഇങ്ങനെ ഒന്ന് അമാന്തിച്ചെങ്കിലും ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞു, സാർ ഇങ്ങനെ 2 വീടുകളിലെ സ്ത്രീകൾ ഇങ്ങനെ അവരുടെ അടിവസ്ത്രങ്ങളും കൂടെ മോഷണം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസിക അസ്വസ്ഥതയുള്ള ആളായിരിക്കുമോ ഇതിൻ്റെ പുറകിൽ എന്ന് നമുക്കൊന്ന് അന്വേഷിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും വന്നില്ല. വളരെ റീസണബിൾ ആയിട്ടും ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ കേൾക്കുന്ന പോലെ അദ്ദേഹം പറഞ്ഞു, ശരിയാ, നമുക്കതൊന്ന് അന്വേഷിച്ച് നോക്കാം, അതിന് വേണ്ട ഏർപ്പാട് ചെയ്യൂ എന്ന് പറഞ്ഞ് SPയുടെ അടുത്ത് പറയുകയായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടി. നീതിയുക്തമായിട്ട് ചിന്തിക്കുന്ന ഒരു ആളാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഹൈക്കോടതിയിൽ ഏതോ ഒരു ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വളരെ അടുത്താണ് ഹൈക്കോടതിയുടെ. അപ്പോൾ DIG ഒന്ന് കണ്ടിട്ട് പോവാം. സാധാരണ നമ്മൾ എവിടെ പോയാലും സീനിയർ ഓഫീസേഴ്സിനെ ഒന്ന് കോൾ ഓൺ ചെയ്യും. ഉണ്ടാവുമെന്നറിയില്ല, ഉച്ചയൂണിൻ്റെ സമയം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസിലോട്ട് പോയപ്പം പറഞ്ഞു അദ്ദേഹം ഉണ്ട്, മാഡം പെട്ടെന്ന് പോയി കണ്ടോ എന്ന് ഓഫീസിൽ നിന്ന് പോലീസുകാർ പറഞ്ഞുകൊണ്ട് ഞാൻ കയറിയപ്പോൾ അദ്ദേഹം പോകാൻ എണീറ്റ് നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ സാർ പോവുകയാണ്. അപ്പോൾ സാറേ ഇല്ല, വാ, ഞാൻ ഊണ് കഴിച്ചിട്ട് എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്, നമുക്ക് കാറിലിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പരിഭ്രമിച്ചു. കാരണം ആരും അങ്ങനെ സീനിയർ ഓഫീസേഴ്സ് ആരും ജൂനിയേഴ്സിനെ സ്വന്തം കാറിൽ കയറ്റി ഒഫീഷ്യൽ കാറിൽ കയറ്റി കൊണ്ടുപോകാറില്ല. അദ്ദേഹം കാറിലിരുന്നു, ഞാൻ അടുത്തിരുന്നു, എൻ്റെ ജീപ്പ് പുറകെ വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഹൗസ് എന്ന് പറയുന്ന ക്യാമ്പ് ഓഫീസ് വരെ പോയതും ഞങ്ങൾ ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതും അതും എനിക്ക് വളരെ വ്യത്യാസമായിട്ട് തോന്നി. ഒരു വളരെ ജെന്റിൽമാൻ ഓഫീസറാണല്ലോ അദ്ദേഹം എന്ന് തോന്നി. കേരള പോലീസിൻ്റെ ആപ്തവാക്യം മൃദുഭാവേ ദൃഢകൃത്യേ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് തരകൻ സാറിനാണ്. അദ്ദേഹത്തെ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ വാക്കുകൾ തന്നെ ഉണ്ടാക്കിയത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. തരകൻ സാറിൻ്റെ കീഴിൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ ഏകദേശം ഒരു വർഷത്തോളം സമയം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ച ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. ആ ഒരു മാറ്റം എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവിടെ പോയ ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ട് ഡൽഹിയിൽ പോയി ജോലി ചെയ്തിരുന്ന 8 മാസക്കാലം വേസ്റ്റ് ആയിരുന്നു. എനിക്കൊന്നുമേ പഠിക്കാനും സാധിച്ചില്ല. ഒന്നിലും ഒരു വർക്കിലും ഒരു തൃപ്തി കിട്ടിയില്ല. ഭയങ്കര പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ആയിരുന്നു അവിടെ. കേരളത്തിലായിരുന്നപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഡൽഹിയിലെ ഓരോ ഫയലിലും സത്യസന്ധമായിട്ട് എഴുതി വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പല ചോദ്യങ്ങൾ വരികയും പിന്നീട് വളരെ വ്യാപകമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വരികയും ചെയ്തതായിട്ട് ഞാൻ കണ്ടു. ദീപാവലി സമയമാകുമ്പോൾ ഭയങ്കര അഴിമതിയാണ് അവിടെ. എല്ലാ ആളുകളും വന്ന് നമുക്ക് എന്തെങ്കിലും കൈക്കൂലി തന്നിട്ട് പോകും. അതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ തന്നിട്ട് പോകും. നമ്മൾ അറിയുക പോലും ഇല്ല. പിന്നീടാണ് മനസ്സിലാവുന്ന ഇന്ന കേസിലെ പ്രതിയാണ്, ഈ സർക്കാർ ഓഫീസറാണ് വന്ന് തന്നിട്ട് പോയതെന്ന്. പിന്നെ നമുക്ക് വലിയ ആയാസമാണ് അവരെ തിരിച്ച് കണ്ടുപിടിച്ച് അത് തിരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. പ്യുവർ സിൽവറിൻ്റെ ഒരു ടീ സെറ്റ് തന്നെ ആ സമയം ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട്. ഒരു ദീപാവലി ഗിഫ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് ഒരാൾ. അത് വളരെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പിന്നീട് തിരിച്ച് എടുക്കാതെ വന്നിട്ടുള്ളത്. സൈബർ യൂണിറ്റിൻ്റെ ചാർജ് എന്നെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് അത് ക്രൈം മാത്രമല്ല, CBI മുഴുവനും കമ്പ്യൂട്ടറൈസ് ചെയ്യാനും ഡിജിറ്റൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ടീമും അതിനോടൊപ്പം ഉൾപ്പെടുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഓപ്പറേഷൻ സോഫ്റ്റ്വെയർസ് ഒന്നും അത്ര ഫ്രണ്ട്ലി ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ കമ്പ്യൂട്ടറിനെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്തപ്പോൾ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തെ ആൾക്കാരെ വിളിച്ച് ഞാനിത് പഠിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തിയതാണ്. പക്ഷെ അവർ ഹിന്ദിയിൽ വല്ലതും പറയും, എൻ്റെ തലയുടെ മുകളിൽ കൂടെ അതെല്ലാം പോവും.
ഇംഗ്ലീഷ് അറിയാവുന്ന ചിലരുമായിട്ട് സംസാരിക്കും, എനിക്കൊരു ചുക്കും മനസ്സിലാവില്ല. അങ്ങനെ ഒന്നും പഠിക്കാൻ പറ്റാതിരുന്ന ഒരു സമ്മർദ്ദമാണെങ്കിൽ, നമുക്കെപ്പോഴും മാനസികമായിട്ടൊരു പ്രയാസമുള്ള സമയമാണെങ്കിൽ ഒന്നും നമ്മുടെ തലയിലൂടെ കയറില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയായിരുന്നു ഡൽഹിയിൽ പോയത്. കേരളത്തിൽ തിരിച്ചു വന്ന് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ ജോലി ചെയ്തപ്പോൾ പരിചയമുള്ള ജോലി ആയിട്ട് പോലും നല്ലൊരു ടീം ഉണ്ടായിരുന്നു. 2 IG മാരുണ്ടായിരുന്നു. രമേശ് ചന്ദ്ര ഭാനു സാർ ഞാൻ എപ്പോഴും എൻ്റെ ഫിലോസഫർ, മെൻറ്റർ, ഗൈഡ്, അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുള്ള ഭാനു സാർ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും കണ്ടിട്ടുള്ള സിബി മാത്യു സാർ ഉണ്ടായിരുന്നു. മിടുക്കനായിട്ടുള്ള ഒരു ലീഗൽ അഡ്വൈസർ, വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ശ്രീ ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ലീഗൽ ഓഫീസറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ടീമായിരുന്നു അവിടെ. ആ ടീം, അദ്ദേഹം തരയൻ സാർ ആ ടീമിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും പുതിയ ഒരുപാട് പദ്ധതികൾ, നൂതനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും, പല കാര്യങ്ങളും എനിക്കിപ്പോൾ അറിവില്ലാതിരുന്ന പല കാര്യങ്ങളും ഞാൻ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ഗോൾഡൻ പീരിയഡായിട്ട് പലപ്പോഴും ആ സമയം ഞാൻ ഓർക്കാറുണ്ട്. അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. സസ്നേഹം, ശ്രീലേഖ.